ജോസ്, അങ്ങനെ നമ്മൾ ഒരു വിജയം കൂടി കണ്ടിരിക്കുകയാണ്. കുറേ കാലത്തെ പല പരാജയങ്ങൾക്കിടയിൽ ഒരു വിജയം വീണ്ടും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് ടെസ്റ്റിൽ ഈ അടുത്ത കാലത്ത് വളരെ മോശം ഫോമിൽ നിന്നും ടെസ്റ്റിലൊരു വിജയം ലഭിച്ചു. ശ്രീലങ്കയിലാണ് അങ്ങനെ ഒരു വിദേശ പിച്ചെന്ന് പറയാൻ പറ്റില്ല, ഏഷ്യൻ പിച്ചുകളാണ്. പക്ഷേ എങ്കിലും വിജയം തന്നെയാണ്. ബുംറയില്ല, അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം അത്ര മോശമല്ലാത്തൊരു പെർഫോമൻസോടുകൂടിയാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് ഈ പറയുന്നത് പോലെയുള്ള അവരുടെ സ്ഥലമാണെങ്കിൽ കൂടിയും ഈ പറയുന്ന പോലെയുള്ള ഒരു പോരാട്ടം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല. എന്തായാലും ആദ്യത്തെ ഇന്നിങ്സിൻ്റെ ആ ഒരു ലീഡ് അതാണ് ഇന്ത്യയെ വിജയിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യയുടെ ഒരു ചെറിയ ഒരു മോശം ദൗർബല്യം പ്രകടമായി തന്നെ കാണാനുണ്ടായി. എന്ത് തോന്നുന്നു ടെസ്റ്റിനെ പറ്റി? ഗാല ടെസ്റ്റിൽ ടോസ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പാതി ജയം ഉറപ്പിച്ചിരുന്നു എന്ന് വേണം പറയാം. ആദ്യം ബാറ്റ് ചെയ്തു. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഉണ്ടായത്. നമ്മുടെ ജയ്സ്വാളും അതുപോലെ തന്നെ കെ എൽ രാഹുലും ചേർന്ന് മനോഹരമായൊരു കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജയ്സ്വാൾ റണ്ണൗട്ട് ആവുകയാണ് പുറത്തായത്. അതുവരെ ശരിക്കും നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് ഇരുവരും ബാറ്റ് ചെയ്യുമായിരുന്നു. തൊട്ട് പിന്നാലെ ദേവദത്ത് പടിക്കൽ വരുന്നു. ദേവദത്ത് പടിക്കൽ കുറേയധികം നാളുകളായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ പടിവാതിക്കൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു താരമാണ്. പടിക്കൽ നിൽക്കുന്ന താരമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ എന്തായാലും ഒരു തൻ്റെ നമ്പർ 3 തൻ്റെ ആ ഒരു പൊസിഷൻ സേഫ് ആക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനം. ശരിക്കും നമുക്ക് ഒരു കുറ്റവും പറയാനില്ലാത്ത മനോഹരമായ ഇന്നിങ്സ് പടിക്കലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ അതിനിടയ്ക്ക് രാഹുലിൻ്റെ വിക്കറ്റ് നഷ്ടമായ ശേഷം ഗില്ല് വരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ ഗില്ല് മികച്ച ഫോമിൽ കളിച്ചൊരു താരമാണ്. ഗില്ലിൻ്റെ ഭാഗത്ത് അത്ര മികച്ച പ്രകടനം 2 ഇന്നിങ്സിലും ഉണ്ടായില്ല. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ മികച്ചൊരു സ്കോറും അതും ഒരു സ്പിന്നിങ് ട്രാക്കിൽ ഉണ്ടായി. ഇതിൽ ശ്രീലങ്കയുടെ സ്പിന്നേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും പരിതാപകരമായ പ്രകടനമാണ് അവരുടെ ഭാഗത്തുണ്ടായി. ശരിക്കും അതായിരുന്നു ഈ ഒരു മാച്ചിലെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. ശ്രീലങ്കയുടെ സ്പിന്നേഴ്സ് ഫസ്റ്റ് ഇന്നിങ്സിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. നമ്മളെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ശ്രീലങ്കയുടെ ബാറ്റിംഗ് ശരിക്കും ഫസ്റ്റ് ഇന്നിങ്സിൽ അതിദയനീയം തന്നെയായിരുന്നു. ഒന്നും പറയാനില്ല. മാനവ് സൂദർ 4 വിക്കറ്റ് നേടി മനോഹരമായൊരു പ്രകടനം കാഴ്ചവെച്ചു. കുൽദീപ് യാദവ് 1 വിക്കറ്റ് വീഴ്ത്തി. കുൽദീപ് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. രവീന്ദ്ര ജഡേജ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആദ്യം തന്നെ വിക്കറ്റ് വീഴ്ത്തി നമ്മുടെ സിറാജ്. പക്ഷേ സിറാജിൻ്റെ പേസ് വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു പരിക്കിന് ശേഷം, ഒരു ബ്രേക്കിന് ശേഷമാണ് സിറാജ് തിരിച്ചു വരുന്നത്. അപ്പം സിറാജിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ, അദ്ദേഹം മനഃപൂർവ്വം സ്പീഡ് കുറച്ച് പന്തെറിഞ്ഞാണോ, എന്താണ് അതിന് പറ്റിയെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഈ പറഞ്ഞ പോലെ അതിനിർണായകമായൊരു ലീഡ് നമുക്ക് കിട്ടുന്നു. ശേഷം നമ്മുടെ ബാറ്റിംഗ്, അത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. നമ്മുടെ സെക്കൻഡ് ഇന്നിങ്സിലെ ബാറ്റിംഗ് നിർണായക ലീഡൊക്കെ കിട്ടി, ശരിയാണ്, നമ്മുടെ കയ്യിലായിരുന്നു കളി ഇരുന്നത്. ആ സമയത്ത് ഋഷഭ് പന്തിൻ്റെ ഒരു തകർപ്പൻ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളൊരു ടെൻഷനിലേക്ക് പോയേനെ. ഋഷഭ് പന്തിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സമയങ്ങളിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ എന്തുകൊണ്ടാകുന്നു എന്ന് തെളിയിക്കുന്നൊരു ഇന്നിങ്സ് ആയിരുന്നു പന്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പന്തിൻ്റെ ഇത്തരത്തിലുള്ള ഇന്നിങ്സ് കണ്ടിട്ടാണ്. 69 പന്തിലാണ് അദ്ദേഹത്തിൻ്റെ 66 റൺസ് ഇന്നിങ്സ് പിറക്കുക. ഒരു ഏകദിന ശൈലിയിലുള്ള ഇന്നിങ്സ്. പന്ത് അതിനിടയ്ക്ക് പല പ്രാവശ്യം ഗ്രൗണ്ടിൽ വീഴുന്നു. പക്ഷേ ഞാൻ കണ്ടൊരു വാചകം ഇങ്ങനെയാണ്, പന്ത് പല പ്രാവശ്യം ഗ്രൗണ്ടിൽ വീണു, പക്ഷേ ഇന്ത്യ വീണില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു അദ്ദേഹം മടങ്ങിയത്. കറക്റ്റാണ്. കാരണം ആ ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ പന്തിൻ്റെ പ്രകടനമായിരുന്നു നമ്മളെ രക്ഷിച്ചതെന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള പിച്ചുകളിൽ അതും ട്രാക്ക് സ്പിൻ ചെയ്യുമ്പോൾ കളിക്കുമ്പോൾ നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക് വീഴ്ച ഉണ്ടാകുന്നു, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അവിടെ നടന്നു. ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഈ സെക്കൻഡ് ഇന്നിങ്സിലെ ആ ഒരു മോശം പ്രകടനം കൊണ്ട് ടെസ്റ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റി. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ഒരു സൈഡ് മാറിയ ഒരു ടെസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു, അവരുടെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴത്തേന്. പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് തകർന്ന്, അതായത് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർ ബാറ്റ് ചെയ്തു. അത് വരുന്ന പന്തിനെ നോക്കിയല്ല ബാറ്റ് ചെയ്തത്. സിറ്റുവേഷൻ കൂടുതൽ റണ്ണ് പെട്ടെന്ന് സ്കോർ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി ബാറ്റ് ചെയ്തു. പക്ഷേ ഇൻ കേസ് പന്തിൻ്റെ ഒരു
ആ ഒരു പോരാട്ടം ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു തോൽവി നമ്മൾ നേരിടേണ്ടി പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ടെസ്റ്റ് മാച്ച് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ ഇന്ത്യയുടെ ആ ഒരു പ്രകടനം തീർച്ചയായിട്ടും അതെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. പക്ഷെ ശ്രീലങ്കയെ സംബന്ധിച്ച് എന്തായിരുന്നു അവരുടെ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, അവരുടെ സോനൽ ദിനുഷ എന്ന് പറയുന്ന താരം തീർച്ചയായിട്ടും അദ്ദേഹം ശ്രീലങ്കയുടെ ഒരു കണ്ടത്തിലായി മാറി. 2 ഇന്നിങ്സിലും തകർപ്പൻ പ്രകടനം. നമ്മളൊരു എതിർ താരത്തെ നമുക്ക് അഭിനന്ദിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം പ്രകടനം കൂടി നമുക്ക് കാണിച്ചു തരുവാണ്, കൈയടിക്കാൻ പറഞ്ഞിട്ട് മനോഹരമായ ഷോട്ടുകൾ, ഒരു കുറ്റവും പറയാനില്ലാത്ത. ശരിക്കും എനിക്ക് തോന്നുന്നു സോനൽ ദിനുഷയ്ക്ക് കുറച്ചധികം പിന്തുണ ആരെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് ക്ലോസ് ആയിട്ട് അവരെ എത്തിച്ചേനെ. കാരണം അദ്ദേഹം അത്ര മാത്രം മനോഹരമായിട്ട് കളിച്ചു. എനിക്കൊന്ന് അവസാന വിക്കറ്റുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് സോനൽ ദിനുഷ ഒരല്പം വേഗം കൂട്ടുക. ശരിക്കും ഒരു പക്ക ടെസ്റ്റ് മാച്ച് സ്റ്റൈൽ ഓഫ് ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സെഞ്ചുറി അടിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തായി. എന്നിരുന്നാൽ പോലും ദിനുഷ ശ്രീലങ്കയുടെ ഒരു ഭാവി തന്നെയാണ്. നമുക്ക് ശരിക്കും സന്തോഷമാണ്. കാരണം ശ്രീലങ്ക ഒരു കാലത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി നിന്നതാണ്. ഇപ്പോൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഒരു തകർച്ചയിൽ നിന്ന് പതുക്കെ കരകയറി വരുന്നു. അപ്പം അത് തീർച്ചയായിട്ടും സോനൽ ദിനുഷ ലങ്കയുടെ ഒരു ഭാഗ്യതാരം തന്നെയാണ്. അദ്ദേഹം മികച്ച പ്രകടനം നടത്തട്ടെ. ലങ്കയുടെ 2ാം ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വിജയലക്ഷ്യത്തിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. ഇന്നലെ തന്നെ അവരുടെ 4 വിക്കറ്റ് പോയി. ഇന്ന് 6 വിക്കറ്റുകൾ നിൽക്കെ അവർ ഇന്ന് തുടക്കത്തിൽ കളിച്ചത് ഒരു ഓവറിൽ ഒരു ബൗണ്ടറി എന്ന നിലയ്ക്കൊക്കെ ലങ്ക സ്കോർ ചെയ്താലും വിജയത്തിലേക്കൊന്നും രീതിയിലൊന്നും അല്ല അവർ ബാറ്റ് ചെയ്ത സമയത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ കളിച്ചത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ കുൽദീപ് യാദവിൻ്റെ പ്രകടനം. കുൽദീപ് യാദവ് ഫസ്റ്റ് ഇന്നിങ്സിൽ 1 വിക്കറ്റ് വീഴ്ത്തി. അത് ഗില്ലിൻ്റെ ഒരു തകർപ്പൻ ക്യാച്ചായിരുന്നു. അതെ, ആ ക്യാച്ചിന് അതിന് ക്രെഡിറ്റ് കൊടുക്കണം. കുൽദീപ് യാദവിൽ നിന്ന് കിട്ടിയ സ്പിന്ന് 6.4 സംതിങ് ആയിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ. അദ്ദേഹം വെറും ഒരു ബിലോ ആവറേജ് ഒരു ഇത് എന്തോ ഇതിനോ വേണ്ടി എറിയുന്ന പോലെ. കുൽദീപ് യാദവിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ടീം അടുത്ത മത്സരത്തിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുന്നു. നമുക്കറിയാം കുൽദീപ് യാദവ് മികച്ച സ്പിന്നറാണ്, ഒരുപാട് വിജയങ്ങൾ നമുക്ക് നേടിത്തന്ന സ്പിന്നറാണ്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ വളരെ മോശമായിരുന്നു. അതും ഇതുപോലൊരു ട്രാക്കിൽ, സ്പിൻ ട്രാക്കിൽ. മാനവ് സൂദർ കൈയടികൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 2 ഇന്നിങ്സിനുമായിട്ട് ഇന്ത്യയുടെ ഒരു കണ്ടെത്തലായി ഉറപ്പായിട്ട് നമുക്ക് രവിചന്ദ്രൻ അശ്വിൻ വിരമിച്ചതിന് ശേഷം ആരാ ഒരു പൊസിഷൻ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും മാനവ് സൂദറിനെ നമുക്ക് ആ ഇതിലേക്ക് കാണാമെന്ന് തോന്നുന്നു. നമ്മൾ ഇതൊന്നും ബാറ്റിങ്ങിലും മോശമല്ല. അദ്ദേഹം ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് 24 വയസ്സേ ഉള്ളൂ. 2002 അദ്ദേഹത്തിൻ്റെ ജനനം. ഒരുപാട് മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ തകർപ്പൻ ബോളിംഗ് പ്രകടനമൊക്കെ നടത്തിയ താരമാണ്. എന്തായാലും ആ കാര്യത്തിൽ നമ്മൾ മാത്രമല്ല ഒരു സെഞ്ചുറി ഉണ്ട് ഫസ്റ്റ് ക്ലാസ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഗില്ലിന് കൈയടികൾ കൊടുക്കണം. കാരണം ഈ ടെസ്റ്റിലേക്ക് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സമയത്ത് ഒരുപാട് പേര് ഗില്ല് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ബോയ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഒരാവശ്യമില്ലാത്ത തിരഞ്ഞെടുപ്പാണെന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങൾ. പക്ഷേ എന്തായാലും ആ ഗില്ലിന് ആ കാര്യത്തിൽ നമ്മൾ ഗൈഡുകൾ കൊടുക്കാം. മാനവ് സൂദർ ഈ ടെസ്റ്റിൽ നമുക്ക് എത്രത്തോളം അനിവാര്യമായിരുന്നു എന്നുള്ളത് അതെ നേരത്തെയും കളിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു മാനവ് സൂദർ. എന്തായാലും ഗില്ലിനും ഈ ഒരു തീരുമാനത്തിൻ്റെ കാര്യത്തിൽ കൈയടികൾ നൽകാം. ഈ പറഞ്ഞതുപോലെ പിന്നെ ഋഷഭ് പന്ത്, മാനവ് സൂദർ, ദേവദത്ത് പടിക്കലിൻ്റെ കാര്യത്തിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ 2 ഇന്നിങ്സിലുമായിട്ട് 210 റൺസിൽ അദ്ദേഹം സ്കോർ ചെയ്തു. മാൻ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് പോസിറ്റീവുകൾ നമുക്കുണ്ട്. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ നമ്മൾ 5ാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത്. നമുക്കിനി 8 മത്സരങ്ങളാണ് ബാക്കി. 1 മത്സരം ശ്രീലങ്കയ്ക്കെതിരെ, പിന്നീട് 2 മത്സരങ്ങൾ ന്യൂസിലൻഡിനെതിരെ, അത് അവരുടെ ട്രാക്കിലാണ്. 5 മത്സരങ്ങൾ നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ. ഈ 8 ഇന്ത്യയിലാണ്. ഈ 8 മത്സരങ്ങളിൽ കുറഞ്ഞത് 7 മത്സരങ്ങളെങ്കിലും നമുക്ക് ജയിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നാലേ ഫൈനലിലെത്തും. 1 മത്സരം ഇത് ഏകദേശം ഒരു നോക്കൗട്ട് പോലെയാണ്. നമ്മുടെ ഫൈനൽ സാധ്യതകളൊക്കെ മങ്ങിപ്പോവും. ഇപ്പോൾ ബംഗ്ലാദേശ് നമുക്ക് മുമ്പിലാണ്. അതിനിടയ്ക്ക് ബംഗ്ലാദേശ് ഓസ്ട്രേലിയ എത്തിച്ചു. അത് നമുക്ക് പോയിന്റ് പട്ടികയിൽ നമ്മളെ പുറകോട്ടടിച്ചു. എന്തായാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ ഈ പറഞ്ഞതുപോലെ 8 മത്സരങ്ങളും നമുക്ക് ജയിക്കാൻ സാധിക്കട്ടെ. അടുത്ത മത്സരം ഈ പറഞ്ഞ പോലെ അല്ല, ജയിച്ചതിന് ശേഷം ഒരു മാച്ച് റിവ്യൂ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഈ കുറേ നാൾ നമുക്ക് നെഗറ്റീവ്, കാണുന്നവർക്ക് നെഗറ്റീവ്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഒരു മത്സരവും നമുക്ക് ജയിക്കാൻ സാധിക്കട്ടെ. പോയിന്റ് പട്ടികയിൽ മുൻപോട്ട് വരാനും കഴിയട്ടെ. അതെ. അതുമാത്രമല്ല, ഇപ്പോൾ ശ്രീലങ്കൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അർജുന രണതുംഗ, മറുവൻ അട്ടപ്പട്ടു തുടങ്ങിയ ഇതിഹാസങ്ങൾ, അതെ, ജയസൂര്യ, സംഘക്കാര, കലിവിതരണ, മറ്റേ ചമിന്ദവാസ്, പിന്നെ നമ്മുടെ ജയവർദ്ധനെ, ഇങ്ങനെ മഹാരഥന്മാർ, അരവിന്ദ് ഡിസിൽവ ഉൾപ്പെടെ നേരത്തെ ഇങ്ങനെയുള്ള മഹാരഥന്മാരുള്ള ഒരു
ക്രിക്കറ്റ് ടീമായിരുന്നു. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ അപ്പോൾ ഇടക്കാലത്ത് വെസ്റ്റ് ഇൻഡീസ് തകർന്നു പോയ പോലെ ശ്രീലങ്കയും ഒരു കയറി വന്നതിന് ശേഷം വീണ്ടും താഴോട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു. ശ്രീലങ്കയും കയറി വരട്ടെ, നല്ല ടെസ്റ്റ് രാജ്യങ്ങൾ, നല്ല ടെസ്റ്റുകൾ ഉണ്ടാവട്ടെ. ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഘടകമാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇന്നത്തെ ടെസ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ ശ്രീലങ്കയുടെ 5ാമത്തെ വിക്കറ്റ് പോയതിനു ശേഷം നിരോഷൻ ഡിക്വെല്ല എന്ന് പറഞ്ഞവരുടെ താരം ക്രീസിലേക്ക് വരുവാണ്. ശരിക്കും ഓസ്ട്രേലിയ ഇന്ത്യ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട്, ഇന്ത്യ ഇംഗ്ലണ്ട്, ഇതൊക്കെ ടെസ്റ്റ് മത്സരം നടക്കുമ്പോൾ കാണികൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്ലെയേഴ്സ് തമ്മിലുള്ള ബാൻഡർ, സ്ലെഡ്ജിങ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ കളിക്കുമ്പോൾ പൊതുവേ ഇത് കുറവാണ്. ഇന്നത്തെ മത്സരത്തിൽ ഈ നിരോഷൻ ദിക്വെല്ല എന്ന താരം ക്രീസിലേക്ക് എത്തി കുറച്ചതിന് സമയത്തിന് ശേഷം ജയ്സ്വാളും അദ്ദേഹവും തമ്മിലൊരു മൊമെൻ്റ് ഉണ്ടായി. ഇത്രേ ഉള്ളൂ. ജയ്സ്വാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ആദ്യത്തെ ഇന്നിങ്സിൽ മനോഹരമായ ഷോട്ടുകളൊക്കെ കളിച്ചു, ഈ ഇന്നിങ്സിൽ നീ അതുപോലെ ഒന്ന് കളിക്കുക. ഇല്ല, അപ്പം ഇദ്ദേഹം പറയുകയാണ്, ഞാനിപ്പം ഒന്നും കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നീ ഡീപ്പ് സ്ക്വയർ ലെഗിലേക്ക് കളിക്കുക. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു, ഞാൻ IPL എന്നെ ടീമിലെടുക്കുകയാണെങ്കിൽ ഞാൻ കളിക്കാം, IPL നിന്നെ തീർച്ചയായിട്ടും ടീമിലെടുക്കുക, നീ കളിക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. തൊട്ടടുത്ത പന്തിലാണ് നിരോഷൻ ദിക്വെല്ലയുടെ വിക്കറ്റ് പോകുന്നത്. അത് ഈ മാച്ചിൽ അത്രയും ക്രൂഷ്യലൊന്നുമല്ല. എന്നിരുന്നാൽ പോലും നിരോഷൻ ദിക്വെല്ല ആദ്യത്തെ ഇന്നിങ്സിൽ മനോഹരമായിട്ട് കളിച്ച തരമാണ്. ഈ ഇന്നിങ്സിൽ കളിച്ച് മുന്നേറുന്ന സമയത്താണ് അതിൻ്റെ വിക്കറ്റ് പോകുന്നത്. ഈ ടെസ്റ്റ് മാച്ചിനെ നമ്മളിലൊക്കെ കാണുന്നവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇത്തരത്തിലുള്ള ലൈറ്റായിട്ടുള്ള മൊമെൻറ്റ്സ് കൂടിയാണ്. ശരിക്കും ആ വിക്കറ്റ് പോയതിനു ശേഷം എല്ലാവരും അഭിനന്ദിച്ചത് ഈ പറഞ്ഞ പോലെ ജയ്സ്വാളിനെയാണ്. ബോളർക്കായിരുന്നില്ല അഭിനന്ദനം കിട്ടിയത്, ജയ്സ്വാളിനെ എല്ലാവരും പോയി അഭിനന്ദിക്കുകയാണ്. കാരണം ജയ്സ്വാളിൻ്റെ ആ ഒരു വാക്കിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ആ കെണിയിലേക്ക് വീണത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ, അതെ, നമ്മുടെ യുവത, നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വരുമ്പോഴത്തിന് ശേഷം ഇത്തരത്തിലുള്ള മൊമെന്റ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും നമ്മുടെ യുവതലമുറ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമ്മൾ അതിനെ ഇത് എങ്ങനത്തെ കൂട്ടി സ്ലെഡ്ജ് ചെയ്യണമെന്നൊന്നും പറയില്ല. പക്ഷേ ഇങ്ങനത്തെ ലൈറ്റ് മൊമെന്റ്സ് ഒക്കെയാണ് ഇതിനെ ആവേശഭരിതമാക്കുന്നത് എന്ന് മാത്രം. അല്ല നമ്മൾ ഉടനെ സ്ലെഡ്ജിങ്ങിനെ അനുകൂലിച്ചെന്ന് പറഞ്ഞിട്ട്. സ്ലെഡ്ജിംഗ് എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. മോശമായ സ്ലെഡ്ജിംഗ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഋഷഭ് പന്ത് പല സമയത്തും പുറകിൽ നിന്ന് ചെവി, നമുക്ക് മുമ്പ് ഇരിക്കുന്ന ബാറ്റർക്ക് ചെവി ബുദ്ധിമുട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലാണ്. എന്തായാലും ടെസ്റ്റ് മാച്ചുകൾ കൂടുതൽ ആവേശകരമാവട്ടെ എന്നുള്ള അടുത്ത ടെസ്റ്റ് നമുക്ക് നോക്കാം. കൊളംബോയിലാണ് അടുത്ത ടെസ്റ്റ്. ഇപ്പോൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. നല്ല ഇതിലും കുറച്ചുകൂടെ സ്പിൻ പിച്ചാണ്. അപ്പോൾ 1 ടോസ് നിർണായകമാകും, 2 എത്രത്തോളം സ്പിന്നർമാരെ കളിക്കുന്നതിൽ ഇന്ത്യ കുറേ കാലമായിട്ട് വീഴ്ച ആണ്. അതിനൊരു മാറ്റം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ പോയി ടെസ്റ്റ് വന്നത്. എന്നാലും പൂർണ്ണമല്ല. അപ്പോൾ അടുത്ത ടെസ്റ്റിലെങ്കിലും ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയെ കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.